SFIയുടെ തന്നെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടന്ന സമരങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പോലീസിൻ്റെ ലാത്തിയും ബാനറ്റിനെയും ഒക്കെ റോസാപ്പൂവിനെ കൊണ്ടാണ് ചിരിയോടുകൂടിയാണ് ഞങ്ങൾ ഏറ്റുവാങ്ങിയത്. അതുപോലെ തന്നെ ഇവിടുത്തെ സംഘപരിവാറുകാരനായ BCയുടെ തെറ്റായ തീരുമാനങ്ങളും അദ്ദേഹത്തിൻ്റെ ജൽപ്പനങ്ങളും വർഗീയവാദത്തെയും ഈ നിലയിലാണ് ഞങ്ങൾ നേരിടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ നിലയിലാണ് ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ന്യായമായ ആവശ്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ 5 ദിവസത്തിന് മുകളിലായി ഈ സമരത്തിൽ തുടരുന്നു. ന്യായമായ ആവശ്യം. കാരണം അവരുടെ പരീക്ഷാ പേപ്പർ കൃത്യമായി വാല്യൂ ചെയ്യണം എന്നാണ് ആവശ്യപ്പെടുന്നത്. അത് അവരുടെ ഭാവിയെ സംബന്ധിക്കുന്ന കാര്യമാണ്. ഇതിലെന്താണ് വാശി എന്ന് മനസ്സിലാവുന്നില്ല. അത് ഡബിൾ വാല്യുവേഷന് പകരം റീവാല്യുവേഷൻ, നേരത്തെ ഉണ്ടായിരുന്ന റീവാല്യുവേഷൻ നിലനിർത്തണം. അതോടൊപ്പം ഹോം വാല്യുവേഷൻ മാറ്റി സെൻട്രലൈസ്ഡ് വാല്യുവേഷൻ ഉണ്ടാക്കണം. അതോടൊപ്പം തന്നെ ഈ റീവാല്യുവേഷൻ ഒരു പേപ്പറിന് 850 രൂപയാണ്. 20% കൂടുതൽ മാർക്ക് കൂടി വരികയാണ് എല്ലാ റീവാല്യുവേഷനും. അതിനർത്ഥം പ്രോപ്പറായ വാല്യുവേഷൻ നടക്കുന്നില്ല എന്നാണ്. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ റീവാല്യുവേഷന് വേണ്ടി വാങ്ങുന്ന തുക തിരികെ കൊടുക്കുക എന്നുള്ളതാണ്. അതും കൊടുക്കാൻ യൂണിവേഴ്സിറ്റി തയ്യാറാവുന്നില്ല. അങ്ങനെ കൊള്ള നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒഴിവാക്കി കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ആ ആവശ്യം വളരെ ജെന്യുവനാണ്. കാര്യത്തിൽ വളരെ ഗുരുതരമായ ഒരു കാര്യം, മന്ത്രി റോജി എം ജോണിന്റെ കൂടി പ്രതികരണം ചോദിക്കുമ്പോൾ ഒരു തരത്തിലുള്ള പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല, പറയാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറുകയാണ് ആ ചോദ്യങ്ങളിൽ നിന്ന്. പോർട്ട്ഫോളിയോ ഇല്ലാത്ത മന്ത്രിയായിട്ട് വേണം അദ്ദേഹത്തെ എനിക്ക് കാണാൻ എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. കാരണം അദ്ദേഹത്തിന് എന്തെങ്കിലും പോർട്ട്ഫോളിയോ ഇന്ന് കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പൂർണ്ണമായും സംഘപരിവാറിൻ്റെ ഗവർണറും VCയും പ്രിൻസിപ്പൽ സെക്രട്ടറിയും എന്തൊക്കെയാണോ തീരുമാനിക്കുന്നത് അതിനൊക്കെ കൈയടിച്ചു കൊടുക്കുകയാണ്. ഇന്നലെ സംസ്കൃത സർവകലാശാലയിൽ 30 ദിവസമായി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ 24 ദിവസവും അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല. 24ാമത്തെ ദിവസം അവിടെ നടന്ന സിൻഡിക്കേറ്റ് മാർച്ചിൽ അവിടുത്തെ തിയേറ്റർ വിദ്യാർത്ഥികൾ നടത്തിയ ഒരു സമരം, ആ സമരത്തിൽ അവിടുത്തെ ലൈറ്റുകൾക്ക് പ്രതീകാത്മകമായി ഒരു ചരമഗീതം പാടിക്കൊണ്ടൊരു നാടകം നടത്തി. ആ നാടകത്തെ അപരിഷ്കൃത സമരമെന്നും SFIക്കെതിരെയുള്ള ഒരു വലിയ വികാരത്തെ ഉയർത്തിക്കൊണ്ടുവരാനും ശ്രമിച്ച കേവല KSUക്കാരനായി അദ്ദേഹം മാറി. കേവല KSUക്കാരനായി ഒരു സ്റ്റേറ്റിലെ മന്ത്രി മാറി. അപ്പോൾ അദ്ദേഹത്തിന് ആ യൂണിവേഴ്സിറ്റിയിലെ VC കാണിച്ച തോന്നിവാസം പ്രശ്നമല്ല. അവർ പറഞ്ഞ നുണ അതുപോലെ പറയുന്നതിൽ പ്രശ്നമില്ല. അത് ഇപ്പം നുണയാണെന്ന് മനസ്സിലാക്കി കേരളത്തിലെ സകല മനുഷ്യരും തിരുത്തിയപ്പോൾ അദ്ദേഹം വീണ്ടും അത് ആവർത്തിക്കുകയാണ്. അപ്പോൾ റോജി എം ജോണൊക്കെ നിലവാരമില്ലാത്ത ഒരു കേവല KSUക്കാരനായി മാറിയിരിക്കുകയാണ്. കേവല KSUക്കാരൻ എന്ന് പറയുമ്പോൾ എല്ലാ ഘട്ടത്തിലും പറയാൻ കൊള്ളാത്ത വിധത്തിലേക്ക് ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ബാധിക്കുന്ന വിഷയങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് പകരം RSSന്റെയും സംഘപരിവാറിൻ്റെയും ഇത്തരം VCമാരും കൊടുക്കുന്ന നുണകൾ അദ്ദേഹം ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്തിനാണ് ഒരു കോൺഗ്രസ് മന്ത്രിക്ക് RSSന്റെ നുണ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ക്ഷമ, അത് തന്നെയാണ് മറ്റൊരു കാര്യം. നമുക്കറിയാവുന്ന ഡൽഹി സമരത്തിനടക്കം വലിയ നേതൃത്വം നൽകിയ ഐഷി ഘോഷിന്റെ കേരളത്തിലുള്ള പരിപാടി കണ്ണൂർ സർവകലാശാലയിലും അത് വിലക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. പക്ഷേ അത് SFI നടത്തുക തന്നെ ചെയ്തു. കാലിക്കറ്റിലും സമാനമായ ഒരു സ്ഥിതിയുണ്ടായി. പക്ഷേ ആ കാലിക്കറ്റിൽ ആ പരിപാടി നടത്തിയതിന്റെ പേരിൽ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി അവിടുന്ന് ഹോസ്റ്റലിൽ നിന്നും അവിടുന്ന് കോളേജിൽ നിന്നും ഒക്കെ പുറത്താക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതിലും അദ്ദേഹത്തിന്റെ കൂടെ പ്രതികരണം നമുക്ക് തേടുന്നുണ്ട്. ഇത്തരത്തിൽ സ്വാഭാവികമായ ഒരു സമരം പങ്കെടുക്കുന്നില്ല എന്ന് സമ്മതിക്കുന്നില്ല, പക്ഷേ SFI അതിനെ അതിജീവിച്ച് ആ സമരം നടത്തുന്നു. ഈ കാലിക്കറ്റിലെ സ്ഥിരം VC പ്രൊഫസർ രവീന്ദ്രൻ, അദ്ദേഹം കോൺഗ്രസ് അധ്യാപക സംഘടനയുടെ ദീർഘകാല നേതാവാണ്. അദ്ദേഹത്തെ VCയായി സ്ഥിരമായി നിയമിക്കുന്നത് ഗവർണറാണ്, കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ്. അപ്പോൾ കോൺഗ്രസ് ഇതുവരെ അദ്ദേഹത്തെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയതായോ അല്ലെങ്കിൽ അദ്ദേഹം RSSകാരന് ആയി തുടരുന്നതിനെ സംബന്ധിച്ചോ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരാൾക്ക്, ഒരു കോൺഗ്രസ്സുകാരന് RSSകാരനായും കോൺഗ്രസ്സുകാരനായും തുടരാൻ കഴിയുന്ന ഒരു പരിസ്ഥിതി ഇന്ന് കേരളത്തിലുണ്ട്. അത് തന്നെയാണ് റോജി എം ജോണിന്റെ കാര്യത്തിൽ നമ്മൾ കാണുന്നത്. അത് തന്നെയാണ് VD സതീശന്റെ കാര്യത്തിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ രവീന്ദ്രനും അത് പ്രശ്നമില്ല, പ്രൊഫസർ രവീന്ദ്രനും അത് പ്രശ്നമില്ല എന്ന് വേണം നമ്മൾ ധരിക്കാൻ. പക്ഷെ യഥാർത്ഥത്തിൽ എന്താ കാര്യം? അവിടെ കഴിഞ്ഞ DSU തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ MSF പ്രവർത്തകർ ചേർന്ന് ആ DSU തെരഞ്ഞെടുപ്പിന്റെ ബാലറ്റ് കീറിയതിനെ തുടർന്ന് വലിയ കേസ് ഇവർക്കെതിരെ വരികയും അവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സ്ഥിതി വരെ ഉണ്ടായി, ജയിലിൽ കിടത്തി. പക്ഷേ അവിടുത്തെ സർവകലാശാല VC ആയിട്ടുള്ള പ്രൊഫസർ രവീന്ദ്രൻ അവർക്കെതിരെ നടപടിയെടുത്തില്ല. അപ്പോൾ ശക്തമായ സമരത്തിന്റെ ഒടുവിൽ അവിടെ മറ്റൊരു ഭാഗത്തെ SFI പ്രവർത്തകരെയും ഇവർ വേട്ടയാടി. ആ വേട്ടയാടലിന്റെ ഭാഗമായി അവിടുത്തെ യൂണിറ്റ് സെക്രട്ടറിക്ക് പോലീസിൽ നിന്ന് ഒളിവിൽ പോകേണ്ടതായി വരെ വന്നു. അപ്പോൾ അത്തരം ഒളിവിൽ പോകേണ്ടി വരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള ആ ഘട്ടത്തിലുള്ള 2 മാസത്തെ അറ്റൻഡൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അഡ്മിഷന് വേണ്ടി അദ്ദേഹം ആവശ്യപ്പെട്ടു. അഡ്മിഷൻ അംഗീകാരം കൊടുത്തു, ഓർഡർ കൊടുത്തു. അദ്ദേഹം ക്ലാസ്സിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ VCയുമായി ബന്ധപ്പെട്ട് ഒരു സമരം, അവിടുത്തെ DSUവിന്റെ ഫണ്ട് കൊടുക്കുന്നത് അദ്ദേഹം നിർത്തിവെച്ചിട്ടിരിക്കുകയാണ്.
DSUവിൻ്റെ പ്രവർത്തനത്തെ റദ്ദ് ചെയ്യുന്ന വിധത്തിലാണ് ഇന്ന് VC പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ഒരു പ്രതിഷേധം നടത്തിയപ്പോൾ റീ അഡ്മിഷൻ്റെ പ്രൊവിഷൻസ് വയലേറ്റ് ചെയ്തു, VCക്കെതിരെ സമരം നടത്തി എന്ന് പറഞ്ഞാണ് ഇപ്പോൾ പുറത്താക്കുന്നത്. അപ്പം എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. കാലടിയിൽ അകാരണമായി ഞങ്ങളുടെ SFIയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ഉൾപ്പെടെയുള്ള 4 പേർ ജയിലിലാണ്. സിസ തോമസിനെ തല്ലി എന്നാണ് പറഞ്ഞത്. ആരാ തല്ലിയത്? എവിടെയാ തല്ലിയത്? അതിനൊരു ഉത്തരവില്ല. സമാനമാണ് ഞങ്ങളുടെ യൂണിറ്റ് സെക്രട്ടറിയെ അഭിനന്ദിനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് ഇപ്പോൾ പുറത്താക്കിയിരിക്കുകയാണ്. യാതൊരുവിധ കാരണവുമില്ല. VC പൊടുന്നനെ അങ്ങ് തീരുമാനിക്കുകയാണ്. ഇപ്പോൾ കാരണങ്ങളില്ലാതെ വിദ്യാർത്ഥികളെ സർക്കാർ സർവകലാശാലയിൽ നിന്ന് പുറത്താക്കുകയാണ് SFI ആയതുകൊണ്ട്. അപ്പോൾ SFIയെ വേട്ടയാടുന്നത് ആരൊക്കെയാണ്? ഗവർണർ, VCമാർ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, ആഭ്യന്തരമന്ത്രി. അപ്പോൾ ഈ നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ശക്തമായി പ്രതിഷേധിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ മുന്നിലെ ആയുധം.